സ്പീക്കറിനെ പോലും തെരഞ്ഞെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ബി.ജെ.പി. നാണം കെട്ട അവസ്ഥയെന്ന് വേണമെങ്കിൽ പറയാം. ആകെ മൊത്തം താങ്ങി നിർത്തുന്ന കസേരയാണ് മോദിയുടേത്. കഴിഞ്ഞ 10 വർഷം ഭരിച്ചതുപോലെ അല്ല ഇപ്പോ ഭരിക്കേണ്ടത്. ടി.ഡി.പിയും നമ്മുടെ ജനതാദൾ യുണൈറ്റഡും താങ്ങി നിർത്തിയില്ലെങ്കിൽ ടപോ എന്ന് താഴെ വീഴും. അതുകൊണ്ട് തന്നെ മോദി എന്ത് ത്യാഗം സഹിച്ചും സ്പീക്കറെ കൂടെ നിർത്താൻ തങ്ങളുടെ പാർട്ടിയിലുള്ള ആളിനെ സ്പീക്കറാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പക്ഷേ ചന്ദ്രബാബു നായിഡു ശക്തമായി ആവശ്യപ്പെട്ടിരിക്കുന്നു സ്പീക്കർ സ്ഥാനം വേണമെന്ന്. ടി.ഡി.പിക്ക് ഡെപ്യൂട്ടി സ്പീക്കറെ നൽകി ഒതുക്കാൻ മോദി ശ്രമിച്ചു. പക്ഷേ വഴങ്ങുന്നില്ല. അതിലുപരി പ്രതിപക്ഷത്തിനാണ് സ്വാഭാവികമായും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകേണ്ടത്. കഴിഞ്ഞ 10 വർഷം മോദിയുടെ ഏകാധിപത്യമായതുകൊണ്ട്, മോദിയുടെ തകർപ്പൻ പ്രകടനമായതുകൊണ്ട് പ്രതിപക്ഷത്തെയൊക്കെ അദ്ദേഹം തൃണവൽക്കരിച്ചു. ഇപ്പോൾ ഇന്ത്യ മുന്നണി പറയുന്നത് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം തങ്ങൾക്ക് വേണമെന്നാണ്. അപ്പോൾ ടി.ഡി.പിക്ക് അത് കൊടുക്കാൻ പറ്റില്ല. ടി.ഡി.പിയെ സംബന്ധിച്ചിടത്തോളം സ്പീക്കർ സ്ഥാനം നിർണായകമാണ്. സ്പീക്കറാണ് പാർലമെന്റ് നിയന്ത്രിക്കുന്നത്. മാത്രമല്ല രാഷ്ട്രീയ ചരട് വലികളും കുതിരക്കച്ചവടവും ഒക്കെ നിയന്ത്രിക്കുന്നത് സ്പീക്കറാണ്. അതുകൊണ്ട് തന്നെ കൂറുമാറ്റം അടക്കമുള്ള പല പ്രശ്നങ്ങളും ചർച്ച ചെയ്യേണ്ടി വരും ബി.ജെ.പിക്ക് വരും കാലങ്ങളിൽ. ആദ്യം കൂറുമാറുന്നത് ജെ.ഡി.യു ആയിരിക്കും എന്നത് ഏറെക്കുറെ ഉറപ്പായി. കാരണം നമ്മുടെ നിതീഷ് കുമാർ രാഹുൽ ഗാന്ധിയെ വീട്ടിൽ ചെന്ന് കണ്ടതൊക്കെ രാഹുൽ ഗാന്ധി പുറത്തുവിട്ടു. നിതീഷ് കുമാറിന്റെ പേര് പറഞ്ഞില്ല എന്ന് മാത്രം, എല്ലാവർക്കും മനസ്സിലായി നിതീഷ് കുമാറാണെന്ന്. ടി.ഡി.പി പിന്നെ കൂറുമാറും. കാരണം ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവി നൽകിയില്ലെങ്കിൽ മോദി വിവരം അറിയും. മാത്രമല്ല മോദിക്ക് ശക്തമായ മുന്നറിയിപ്പാണ് കൊടുത്തത്. മണ്ഡല പുനർനിർണയം നടത്താനൊക്കെ മോദി തീരുമാനിച്ചിരുന്നു. ദക്ഷിണേന്ത്യയിൽ ലോക്സഭാ സീറ്റുകൾ വെട്ടിക്കുറച്ച് ഉത്തരേന്ത്യയിൽ ലോക്സഭാ സീറ്റുകൾ കൂട്ടാനുള്ള തീരുമാനമൊക്കെ എടുത്തിരുന്നു. അതൊന്നും നടക്കില്ല എന്ന്, അതൊക്കെ ഭരണത്ത് വെച്ചാൽ മതിയെന്ന് ചന്ദ്രബാബു നായിഡു മുന്നറിയിപ്പ് കൊടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം കൊടുത്ത് ടി.ഡി.പിയെ ഒതുക്കാനൊക്കെയാണ് മോദി നോക്കുന്നത്. പക്ഷേ ഇന്ത്യ മുന്നണി ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ആവശ്യപ്പെട്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ കാല് പിടിക്കേണ്ട ഗതികേട് മോദിക്ക് വന്നിരിക്കുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയെ കണ്ടത് മറ്റാരുമല്ല, നിയുക്ത പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജ്ജു ആണ്. കിരൺ റിജ്ജു അത് കണ്ടത് കോൺഗ്രസിനെ തണുപ്പിക്കാനാണ്, കോൺഗ്രസിന്റെ പിന്തുണ തേടാനാണ്. സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇടഞ്ഞു നിന്നാൽ ആകെ മൊത്തം അലമ്പായി മാറും. സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ചന്ദ്രബാബു നായിഡുവിന്റെ ടി.ഡി.പി മത്സരിക്കാൻ തയ്യാറായാൽ, കോൺഗ്രസ് അതിനെ പിന്തുണച്ചാൽ, ഇന്ത്യ മുന്നണി അതിനെ പിന്തുണച്ചാൽ, ചിലപ്പോ ചന്ദ്രബാബു നായിഡുവിന്റെ സ്ഥാനാർത്ഥിയായിരിക്കും സ്പീക്കറായി മാറുക. അവിടെ തന്നെ ഈ മോദിയും ചന്ദ്രബാബു നായിഡുവും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കുന്നത്. ചന്ദ്രബാബു നായിഡുവിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങൊക്കെ അമിത്ഷായൊക്കെ എത്തി വലിയ ആഘോഷമാക്കി മാറ്റി. പക്ഷേ ആ സത്യപ്രതിജ്ഞയ്ക്കപ്പുറം ചന്ദ്രബാബു നായിഡുവിനൊക്കെ ഒരു വ്യക്തിത്വമുണ്ട്. ഈ നിതീഷ് കുമാറിനെ പോലെ അല്ല ചന്ദ്രബാബു നായിഡു. നിതീഷ് കുമാറിന് അധികാരത്തിന്റെ അപ്പകഷ്ണം മതി. ചന്ദ്രബാബു നായിഡുവിന് അതുപോലെ. അയാൾക്ക് ആന്ധ്രയ്ക്ക് പ്രത്യേക പദവി വേണം. ആന്ധ്രയുടെ പാവപ്പെട്ട ജനങ്ങൾക്കായി പ്രത്യേകമായ സാമ്പത്തിക പാക്കേജ് തന്നെ വേണം. ഇതൊക്കെയാണ് ചന്ദ്രബാബു നായിഡു ആവശ്യപ്പെടുന്നത്. ചന്ദ്രബാബു നായിഡുവിന്റെ ആന്ധ്രയ്ക്ക് പ്രത്യേക പദവി എന്ന ആവശ്യം അംഗീകരിക്കാൻ ഇപ്പോ തയ്യാറാകേണ്ടി വരും ബി.ജെ.പിക്ക്. ഈ ആന്ധ്രയ്ക്ക് പ്രത്യേക പദവി എന്ന ആവശ്യം അംഗീകരിക്കാനാണ് പ്രധാനപ്പെട്ട മന്ത്രിസ്ഥാനങ്ങൾക്ക് വേണ്ടി ടി.ഡി.പി കലഹിക്കാത്തത്. ടി.ഡി.പി അങ്ങ് വിട്ടുകൊടുത്തത് ബി.ജെ.പിക്ക്. പക്ഷേ സ്പീക്കർ സ്ഥാനം വിട്ടുകൊടുക്കാൻ ടി.ഡി.പി തയ്യാറല്ല. എന്നാൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകി ചന്ദ്രബാബു നായിഡുവിനെ ഒതുക്കാമെന്ന് കരുതിയാൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും അതിന് തയ്യാറാകില്ല. ഈ സാഹചര്യത്തിലാണ് ഒരു മധ്യസ്ഥനായി കിരൺ റിജ്ജു മല്ലികാർജുൻ ഖാർഗെയെ കണ്ടിരിക്കുന്നത്. ഒരു ഗതികേട് നോക്കണേ, കോൺഗ്രസിന്റെ പിന്തുണ നേടേണ്ട ഗതികേട് ബി.ജെ.പിക്ക് വന്നിരിക്കുന്നു. കോൺഗ്രസിന്റെ കാലിൽ പിടിക്കേണ്ട ഗതികേട് ബി.ജെ.പിക്ക് വന്നിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷം പുളയ്ക്കുകയായിരുന്നു മോദി. എന്തൊക്കെ കോപ്രായങ്ങളാണ് മോദി കാണിച്ചത്. ജാതി സെൻസസ് നടപ്പിലാക്കില്ല. മോദിയുടെ സഖ്യകക്ഷിയായ ജെ.ഡി.യു ബീഹാറിൽ ജാതി സെൻസസ് നടപ്പിലാക്കി. ഇനി എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ജാതി സെൻസസ് നടപ്പിലാക്കുമെന്ന് നിതീഷ് കുമാർ പറഞ്ഞു, അത് ചെയ്തു. അതാണ് നടന്നിരിക്കുന്നത്. ഇപ്പൊ നിതീഷ് കുമാറിനെ പിണക്കാനും പറ്റില്ല, ടി.ഡി.പിയെ പിണക്കാനും പറ്റില്ല. മാത്രമല്ല മഹാരാഷ്ട്രയിൽ നിന്ന് കൂട്ടത്തോടെ എം.പിമാർ ഇന്ത്യ സഖ്യത്തിലേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുകയും ചെയ്യും. അവർക്കൊക്കെ വേണ്ടത് സ്ഥാനമാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് കരുതലോടെ മോദി സഞ്ചരിക്കുന്നു. ഒരു ഉപമ പറഞ്ഞാൽ ഒരു നൂൽപ്പാലത്തിലൂടെയാണ് മോദിയുടെ സഞ്ചാരം. ഏത് നിമിഷവും താഴെ. ഈ സാഹചര്യത്തിലാണ് നമ്മുടെ കിരൺ മല്ലികാർജുൻ ഖാർഗെയെ കണ്ട് പിന്തുണ തേടിയിരിക്കുന്നത്. കോൺഗ്രസിന്റെ സഹായമില്ലാതെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം കൊടുത്തില്ലെങ്കിൽ, അതുപോലും കിട്ടിയില്ലെങ്കിൽ ചന്ദ്രബാബു നായിഡു നോയിക്കൊണ്ടിരിക്കില്ല. അതിനുവേണ്ടി ഇന്ത്യ മുന്നണി ശക്തമായ സമ്മർദ്ദം ചെലുത്തിയാൽ
ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം സ്വാഭാവികമായും ഇന്ത്യ മുന്നണിക്ക് പോവുകയും ചെയ്യും. വല്ലാത്തൊരു അവസ്ഥയാണ് മോദിയുടേത്. എരിതീയിൽ നിന്ന് വറചട്ടിയിലേക്ക് വീണ അവസ്ഥ.